എല്ലായിടവും തിരുവോണ സദ്യക്കുള്ള ഒരുക്കങ്ങളായി കാണും. എന്നാൽ ആറന്മുളയിലെ ചില കുടുംബങ്ങളിലെ തലമുതിർന്നവർ ജലപാനീയമില്ലാതെ ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണ്. എന്താണ് ഉണ്ണാവൃതമെന്നും അതിനു പിന്നിലെ വിശ്വാസം എന്താണെന്നും ഒന്ന് കണ്ടുവരാം. ഒരു കാലത്ത് തിരുവോണനാളിൽ പാവപ്പെട്ടവർക്ക് നെല്ല് നൽകിയിരുന്നത് കൃഷിഭൂമിയെല്ലാം കൈവശം വെച്ചിരുന്ന ഈ കാരാഴ്മ കുടുംബങ്ങളായിരുന്നു. അങ്ങനെ ഒരു തിരുവോണനാളിൽ നെല്ല് വാങ്ങാനെത്തിയ സ്ത്രീ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മരിച്ചു കിടന്നു. നങ്ങേലി. ഇതിനുശേഷം കുടുംബത്തിൽ വന്നു ചേർന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം നങ്ങേലിയുടെ മരണം കാരണമാണെന്ന് അവർ വിശ്വസിച്ചു. കുടുംബങ്ങളിലൊക്കെ ഒരു അനർത്ഥം ഉണ്ടായപ്പോൾ പ്രശ്നങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ പല കാര്യങ്ങൾ വളർച്ചയ്ക്ക് നടത്താം, ആഴ്വഴി നടത്താം, ഇങ്ങനെ അത് നടത്താം, അങ്ങനെയൊന്നും ശരിയാവില്ല. അവസാനം ആണ് ഈ ഉണ്ണാവൃതം. കുടുംബത്തിലെ ഈ 3 കുടുംബത്തെ കാരണവന്മാർ അന്നേ ദിവസം നാട് മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോൾ ഈ വീട്ടിലെ മൂന്നില്ലങ്ങളിലെ കാരണവന്മാർ പട്ടിണിക്കിരിക്കുക, ജലപാനം വെള്ളം പോലും കുടിക്കുകയില്ല. അങ്ങനെ അതാണ് ഇതിന് പ്രതിവിധിയായിട്ട് പ്രശ്നവശാൽ കണ്ടെത്തിയത്. ആറന്മുള ക്ഷേത്രത്തിലെ കാരാഴ്മ കൈസ്ഥാനികളായ 3 കുടുംബങ്ങളിലെ ഏറ്റവും മുതിർന്ന ആളുകൾ നൂറ്റാണ്ടുകളായി തിരുവോണ സദ്യ ഉണ്ണാറില്ല. തിരുവോണ ദിവസം ജലപാനം പോലുമില്ലാതെ ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണിവർ. ആറന്മുളയിലെ തെക്കേടത്ത്, കുത്തിയിടത്ത്, ചെറുകര ഇല്ലങ്ങളിലെ അംഗങ്ങൾ തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ജലപാനം കഴിക്കാറില്ല. അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും എത്തിക്കുന്ന നേദ്യം കഴിച്ചാണ് വ്രതം അവസാനിപ്പിക്കുക. പുരാതന കാലത്ത് ക്ഷേത്രത്തിലെ ആറന്മുളയിൽ ഈ നെല്ല് കൃഷി കഴിഞ്ഞാൽ നെല്ല് അറകളിൽ സൂക്ഷിച്ചിട്ട് അതിന് മടങ്ങെന്നാണ് പറയുന്നത്. ദിവസം അമ്പലമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അന്നേരം ആ മടങ്ങളിലെ നെല്ല് സൂക്ഷിച്ചിട്ട് ഉത്തരവാദിത്തത്തിന് ഈ ഓണത്തിന് തലയാഴ്ചയിൽ അളന്ന് പാവങ്ങൾ കൊടുക്കുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷം അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഞങ്ങളുടെ ഈ ക്രിസ്ത്യാനി കുടുംബക്കാരും ദേവസ്വം ആൾക്കാരും കൂടായിരുന്നു ചെയ്തിരുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഉണ്ണാവൃതം മുടങ്ങിയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കാലവും ആചാരങ്ങളും മാറിയെങ്കിലും ആറന്മുളയിലെ ഈ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ണാവൃതം മുടക്കാറില്ല. ന്യൂസ് മലയാളം, പത്തനംതിട്ട.